നമസ്കാരം. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും തങ്ങളുടെ ഭരണകാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായുള്ളത് തൃശൂർ ജില്ലയിലെ വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് എൻ, മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം നമ്മൾ പോകുന്നത് തൃശൂർ ജില്ലയിലേക്കാണ്. കാർഷിക മേഖലാ രംഗത്തും മാലിന്യ സംസ്കരണം, വിദ്യാഭ്യാസ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് എൻ ഉണ്ട്. നമസ്കാരം ശ്രീ മനോജ്. ഈ ഒരു ഭരണകാലയളവിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് തൃശൂർ ജില്ലയിലെ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലാണ്. ഒപ്പം തന്നെ പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന പഞ്ചായത്താണ്. 14 വാർഡുകളിലുള്ള ഉൾപ്പെടുന്ന പഞ്ചായത്താണ്. ഒപ്പം തന്നെ തികച്ചും ഗ്രാമീണമായിട്ടുള്ള അന്തരീക്ഷത്തോട് കൂടിയിട്ടുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. കാർഷിക മേഖല കുറയാത്ത രീതിയിലുള്ള കാർഷിക മേഖല നമുക്കുണ്ട്. നെൽകൃഷി, ഒപ്പം തന്നെ വാഴകൃഷി, അതുപോലെ തന്നെ തെങ്ങ്, ജാതി, കവുങ്ങ് കൃഷികളൊക്കെ. ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടുന്ന പദ്ധതികൾ നമ്മൾ നിരവധി ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കാർഷിക അനുബന്ധ മേഖലയായിട്ടുള്ള ക്ഷീര മേഖലയിൽ വളരെ സജീവമായി തന്നെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുണ്ട്. ഈ വർഷത്തെ, അതായത് 23, 24, 25 വർഷത്തെ ക്ഷീരഗ്രാമം പദ്ധതി, സംസ്ഥാന സർക്കാരിന്റെ ക്ഷീരഗ്രാമം പദ്ധതി വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചിട്ടുണ്ട്. ഏതാനും ചില പഞ്ചായത്തുകളാണ് ജില്ലയിലുള്ളത്. അതിൽ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 10 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതിയും ഉൾപ്പെടുത്തിക്കൊണ്ട് 50 പശുക്കളെ വാങ്ങുന്നതിനുള്ള പദ്ധതി നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ തീറ്റ സബ്സിഡി, അതുപോലെ തന്നെ പാലിന് സബ്സിഡി ഒക്കെ കൊടുക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ നെൽകൃഷിക്ക് പൂർണ്ണമായും സൗജന്യമായി നെൽവിത്ത് വിതരണം ചെയ്യുന്നു. ഒപ്പം തന്നെ കൂലിച്ചെലവ് സബ്സിഡി വിവിധ, അതായത് ഗ്രാമപഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഒക്കെ സംയുക്തമായിട്ട് നമ്മൾ നടപ്പാക്കി കാർഷിക മേഖലയിൽ നല്ല വിളവ് സൃഷ്ടിക്കുന്നതിനുള്ള, നെൽകൃഷി മേഖലയിൽ നല്ല വിളവ് സൃഷ്ടിക്കുന്നതിനുള്ള പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ വാഴകൃഷിയും മറ്റു കരകൃഷികളെല്ലാം തന്നെ സജീവമായിട്ട് നിലനിർത്തിക്കൊണ്ടാണ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഗ്രാമീണ മേഖലയാണ് കൃഷിക്ക് കൂടുതൽ സാങ്കേതിക വിദ്യകൾ, നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പരിപാടികളാണ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ രംഗത്ത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണുള്ളത്? ആരോഗ്യരംഗത്ത് നമ്മളുടെ FHC, അതുപോലെ തന്നെ നമ്മളുടെ ഹോമിയോ ഡിസ്പെൻസറി നമ്മളുടെ കഴിഞ്ഞ മാർച്ചിനാണ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ, കഴിഞ്ഞ മാർച്ച് 7-നാണ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഔപചാരികമായിട്ട് നമ്മളുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായിട്ട് ഉദ്ഘാടനം ചെയ്തത്. അന്ന് തൊട്ട് ആണ് ഹോമിയോ ഡിസ്പെൻസറിയുടെ പ്രവർത്തനം. അതുപോലെ തന്നെ കുടുംബാരോഗ്യ കേന്ദ്രം FHC നിലവാരത്തിലേക്ക്, അതായത് ഫാമിലി ഹെൽത്ത് സെന്റർ നിലവാരത്തിലേക്ക് ഉയർത്തി അതിന്റെ പൂർണ്ണമായ സജ്ജീകരണത്തോടു കൂടി, ലാബ് സൗകര്യത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പുകൾ, അതുപോലെ തന്നെ വനിതകൾക്ക് മെൻസ്ട്രുവൽ കപ്പ് വിതരണം, അതുപോലെ തന്നെ വനിതകളുടെ രക്തക്കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ, മരുന്ന് വിതരണമൊക്കെ സജീവമായി നിലനിർത്തുന്നു. ഒപ്പം തന്നെ പാലിയേറ്റീവ് പരിചരണം എല്ലാ വീടുകളിലേക്കും എത്തി നമ്മളുടെ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നതിന്, അവർക്ക് സാന്ത്വനം നൽകുന്നതിനുള്ള പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ആയുർവേദ ഡിസ്പെൻസറി കേന്ദ്രീകരിച്ചുകൊണ്ട് വയോജനങ്ങൾക്കുള്ള പ്രത്യേക മരുന്ന് വിതരണം ഒക്കെ സംഘടിപ്പിച്ചു വരുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും സൗജന്യമായി മരുന്ന് വിതരണം ചെയ്ത് മാതൃക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ പോലും മരുന്ന് കിട്ടാതെ പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. ഈ വർഷം ആരംഭിച്ച നമ്മളുടെ ഹോമിയോ ഡിസ്പെൻസറി സജീവമായി ഈ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിലൊക്കെ ഫണ്ടുകൾ ഉൾപ്പെടുത്തി അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിച്ച് ക്യാമ്പുകൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവാണ്. ഈ വർഷം വനിതകൾക്ക് നമ്മളുടെ ആയുർവേദ ഡിസ്പെൻസറിയിലൂടെ യോഗ പരിശീലനം നമ്മൾ കൊടുക്കുകയാണ്. യോഗ പരിശീലനം കൊടുത്തുകൊണ്ട് വനിതകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ള വനിതാ ഫിറ്റ്നസ് സെന്റർ ഏറ്റവും സജീവമായി തന്നെ വളരെ സൗകര്യത്തോടു കൂടി വനിതകൾക്ക് എക്സസൈസ് ചെയ്യുന്നതിനും
ഒപ്പം തന്നെ വനിതകൾക്ക് അവിടെ യോഗ പരിശീലനത്തിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ സൗകര്യങ്ങൾക്ക് നമ്മൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വരുന്ന സാമ്പത്തിക വർഷത്തെ പദ്ധതികളും നമ്മൾ രൂപീകരണ ഘട്ടത്തിലാണ്. ആ രൂപീകരണ ഘട്ടത്തിലും നമ്മൾ ഫണ്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വനിതകളുടെ ഒരു പ്രത്യേക കേന്ദ്രമായിട്ട് നമ്മുടെ വനിതാ ഫിറ്റ്നസ് സെന്ററിനെ മാറ്റുക, ഇതുപോലുള്ള ഫിറ്റ്നസ് സെന്ററുകൾ മറ്റും തുടങ്ങുന്നതിനുള്ള ആലോചനകൾ നടത്തുന്നു. ഒപ്പം തന്നെ നമ്മളുടെ ഓപ്പൺ ജിംനേഷ്യം, സാധാരണക്കാർക്കായിട്ടുള്ളവർക്ക് ഓപ്പൺ ജിംനേഷ്യം, കാലത്ത് മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങുന്നവർക്ക് വന്ന് ജിംനേഷ്യം നടത്തുന്നതിനുള്ള എക്സസൈസ് ഉപകരണങ്ങളൊക്കെ പൊതു ഇടങ്ങളിൽ വെക്കുന്നതിനുള്ള പരിപാടികളുമായി ആവിഷ്കരിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ ഘടകങ്ങളാണ് പാർപ്പിടം, കുടിവെള്ളം എന്ന് പറയുന്നത്. പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്ന ഭവന പദ്ധതികൾ എങ്ങനെയാണ്? പിന്നെ കുടിവെള്ളക്ഷാമം, വേനൽക്കാലമാണ്, കുടിവെള്ളക്ഷാമമൊക്കെ രൂക്ഷമാകുന്ന ഒരു കാലഘട്ടമാണ്. പ്രദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്നുണ്ടോ? ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന ഈ പ്രശ്നത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ്? വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തില് ഈ പാർപ്പിട സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. കഴിഞ്ഞ നമ്മളുടെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ ഏകദേശം 150ഓളം പേർക്ക് നമ്മൾ ലൈഫ് ഭവന പദ്ധതിയിൽ വീടുകൾ അനുവദിച്ച് നൽകിയിട്ട് അതിന്റെ പൂർണ്ണതയിലേക്ക് നിൽക്കുകയാണ്. ഈ 25-26 വർഷത്തോടു കൂടി നമ്മളുടെ ലിസ്റ്റിലുള്ള എല്ലാവർക്കും വീടുകൾ നൽകുന്നതിനുള്ള പരിപാടിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി വരുന്ന സാമ്പത്തിക വർഷത്തോടു കൂടി എല്ലാവർക്കും ഭവനം എന്നുള്ള പദ്ധതി നമ്മൾ സാക്ഷാത്കരിക്കും. അതുപോലെ തന്നെ PMAY പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഭവനങ്ങൾ വിതരണം എല്ലാവർക്കും ഗുണഭോക്താക്കളെയും നമ്മൾ അഡ്രസ് ചെയ്യാണ്. പുതിയ PMAY സർവേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുടിവെള്ളം നൽകുന്ന കാര്യത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളിലേക്കും കണക്ഷൻ എത്തിക്കുകയും ഒപ്പം തന്നെ 90-95% സ്ഥലത്തേക്കും നമ്മൾ വെള്ളം എത്തിക്കുന്നതിനുള്ള പരിപാടികൾ ആവിഷ്കരിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ ഇറിഗേഷൻ പദ്ധതികൾ, ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികളെല്ലാം തന്നെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഇറിഗേഷൻ പഞ്ചായത്തായിട്ട് മാറ്റുന്നതിനുള്ള പരിപാടിയുമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വല്ലച്ചിറ ഇറിഗേഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പദ്ധതിയാണ്. ആ പദ്ധതി നമ്മളുടെ ആ കരാറുകാരന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തടസ്സം വന്നു. ആ തടസ്സങ്ങളൊക്കെ നീക്കി സംസ്ഥാന സർക്കാരിന്റെ 3,30,00,000 രൂപ അനുവദിച്ചിട്ടുള്ള പദ്ധതിയാണ്. ആ പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കാലയളവിനുള്ളിൽ അത് പൂർത്തീകരിച്ചുകൊണ്ട് സമ്പൂർണമായും 100% വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും ഇറിഗേഷൻ വെള്ളം എത്തിക്കുക എന്നുള്ള വലിയ പദ്ധതിക്ക് നമ്മൾ നേതൃത്വം കൊടുക്കുകയാണ്. അതോടുകൂടി നമ്മളുടെ കുടിവെള്ള സ്രോതസ്സുകളെല്ലാം തന്നെ സജീവമാകും. അതുപോലെ തന്നെ കരകൃഷിയും നെൽകൃഷിയും ഈ ഇറിഗേഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജീവമാകും. അപ്പൊ 100% ഒരു തരത്തിലും വെള്ളത്തിന്, അതായത് ഏറ്റവും അനിവാര്യ ഘടകമായിട്ടുള്ള വെള്ളം, ആ വെള്ളത്തിന് ഒരു തടസ്സവും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഒപ്പം തന്നെ പൊതു ഇടങ്ങളിൽ ശുദ്ധജലം ലഭ്യമാക്കുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടി നേരത്തെ ഓപ്പൺ ജിംനേഷ്യം പറഞ്ഞത് പോലെ തന്നെ പൊതു ഇടങ്ങളിൽ സൗജന്യമായി വാട്ടർ കിയോസ്കുകളിലൂടെ വെള്ളം കൊടുക്കുന്നതിനുള്ള പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിപ്പോ 3 വാട്ടർ കിയോസ്കുകൾ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു. വരും വർഷത്തിൽ കൂടുതൽ സ്ഥാപിച്ചുകൊണ്ട് കുടിവെള്ളം, ശുദ്ധജലം എന്നുള്ള രീതിയിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പദ്ധതികളാണ്. ജലജീവൻ മിഷൻ വഴി എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അന്തിമഘട്ടത്തിലാണ്. കുറച്ച് പൈപ്പിടൽ നടപടികളുണ്ട്. പരിപാടിയും ഇതിനെ തുടർന്ന് തന്നെ നടക്കും. തീർച്ചയായിട്ടും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു കൂട്ടായ്മ തന്നെയാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ സാധ്യമാകുന്നത്. അതുപോലെ തന്നെ 61 വർഷമായിട്ട് സാംസ്കാരികോത്സവം നടത്തിവരുന്നു, ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള സാംസ്കാരികോത്സവം നടത്തിവരുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത്. അത് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമാണ്. കാരണം 1962 അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ മുല്ലപ്പള്ളി ഗോവിന്ദൻകുട്ടി നായർ തുടങ്ങി വെച്ച ഓണാഘോഷ ഗ്രാമോത്സവം ഒരു തടസ്സവുമില്ലാതെ, അതായത് കോവിഡും പ്രളയവും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു തടസ്സവുമില്ലാതെ വല്ലച്ചിറയിലെ നാട്ടുകലാകാരന്മാരുടെയും കായിക താരങ്ങളുടെയും ഒക്കെ വലിയ വേദിയായിട്ടൊരു പൊതു ഇടമായിട്ട് മാറുന്നു. 3 മാസം, ഓണത്തിന് 3 മാസം മുൻപ്, നമ്മളുടെ ഇപ്പോ
ഓണത്തിന്റെ സംഘാടക സമിതി വിളിക്കേണ്ട സമയമാണ്. ഏപ്രിൽ മാസത്തില് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ സംഘാടക സമിതി വിളിക്കും. ആ സംഘാടക സമിതിയുടെ ഭാഗമായിട്ട് നമ്മൾ ഓരോ ഞായറാഴ്ചകളും പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഓണത്തിന്റെ 4 ദിവസം തുടർച്ചയായി ഒരു കായിക മാമാങ്കം തന്നെയാണ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിൽ നടക്കുന്നത്. അത് ഏറ്റവും അഭിമാന താരങ്ങളായിട്ടുള്ള ഈ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ സന്തതികളായിട്ടുള്ള പ്രശസ്ത സിനിമാ സംവിധായകൻ പ്രിയാനന്ദനൻ, ശശിധരൻ നടുവിൽ, കൃഷ്ണമൂർത്തി, വിദ്യാധരൻ മാഷ് എന്നീ കലാകാരന്മാരാൽ സമ്പന്നമാണ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത്. ഒപ്പം തന്നെ നിരവധി കായിക താരങ്ങൾക്ക് ജന്മം നൽകിയിട്ടുള്ള ഭൂമിയാണ് വല്ലച്ചിറ. ഒപ്പം തന്നെ ഈ വല്ലച്ചിറ ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ വലിയ ഫലം തന്നെയാണ് അത് ഏറ്റവും മാതൃകാപരമായി കൊണ്ടുപോകുന്നു. അതിന് മനസ്സുകളായിട്ടുള്ള നാട്ടുകാരുടെ സഹായത്തോടുകൂടി വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രത്യേക അനുമതിയോടുകൂടി ഫണ്ട് ചെലവഴിക്കുന്നു എന്നുള്ളത് മാതൃകാപരമായിട്ടാണ് കാണുന്നത്, അഭിമാനമായിട്ടാണ് കാണുന്നത്. ഒപ്പം തന്നെ കൂട്ടിച്ചേർത്ത് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു മാതൃക വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് സൃഷ്ടിച്ചു. ഒരു പുതിയ MCF നിർമ്മിച്ചു. ഏകദേശം 3000-3500 സ്ക്വയർ ഫീറ്റില് 2 നിലകളിലായിട്ടൊരു മാതൃക MCF നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനു പുറമെ നമ്മൾ മാലിന്യ നീക്കം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് ഓട്ടോ നമ്മളുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് മാലിന്യ നീക്കം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഒപ്പം തന്നെ ബയോ ബിന്നുകൾ എല്ലാ വീടുകളിലേക്കും വിതരണം ചെയ്യുന്നതിന് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് എല്ലാ സാമ്പത്തിക വർഷവും നമ്മൾ ബയോ ബിന്നുകൾ വീടുകളിലേക്ക് വിതരണം ചെയ്യുന്നു. ദ്രവമാലിന്യത്തെ വളമാക്കി മാറ്റുന്നതിനുള്ള പരിപാടികൾ, ബോട്ടിൽ ബൂത്തുകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു മാതൃക സൃഷ്ടിക്കുന്നു. മാലിന്യ സംസ്കരണം നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ മാലിന്യമുക്ത നവകേരളം എന്നുള്ള വലിയ മുദ്രാവാക്യവും ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും മാലിന്യ നിർമ്മാർജ്ജന രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ കുട്ടികളിലും യുവാക്കളിലും പിടിമുറുക്കിയിരിക്കുന്ന വർദ്ധിച്ചിരിക്കുന്ന ലഹരി ഉപയോഗമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്. ഈ ലഹരി വിരുദ്ധ പദ്ധതികൾ എത്രത്തോളമാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിരിക്കുന്നത്? കുട്ടികളിലുള്ള ബോധവൽക്കരണ ക്ലാസുകൾ അടക്കം നടപ്പിലാക്കുന്നുണ്ടോ? കുട്ടികളിലെ ഈ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി ബോധവൽക്കരണ പരിപാടികൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ രക്ഷിതാക്കൾക്കും അതിന്റെ ബോധവൽക്കരണത്തിനുള്ള പോസ്റ്റർ പ്രചരണവും മറ്റൊക്കെ നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് ലഹരി എന്നുള്ളത് ഈ സിന്തറ്റിക് ലഹരിയല്ല, കായിക ലഹരിയാണ് നമ്മളുടെ ലഹരി ആവേണ്ടത് എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഫുട്ബോൾ പരിശീലനം നടത്തുന്നു. ഒപ്പം തന്നെ മറ്റൊരു ഗ്രാമപഞ്ചായത്തും ചെയ്യാത്ത രീതിയിൽ ചെസ് പരിശീലനം വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ കുട്ടികൾക്ക് 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികളെയും ഈ ഓണാഘോഷ ഗ്രാമോത്സവത്തിലെ ഒരു പ്രധാന മത്സരമായിട്ടുള്ള ചെസ് പരിശീലനം, അത് ചെസ് സാക്ഷരത നേടിയിട്ടുള്ള ഒരു ഗ്രാമമായിട്ട് മാറുന്നതിനുള്ള പരിപാടികളുമായിട്ട് ഈ സാമ്പത്തിക വർഷം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എല്ലാ കുട്ടികളും ചെസ് പരിശീലിക്കുന്നതോടൊപ്പം തന്നെ അവന്റെ മാനസികമായിട്ടുള്ള ആരോഗ്യം വർദ്ധിപ്പിച്ച് ലഹരിയിൽ നിന്ന് ഒരു മുക്തി നേടുക, ലഹരിയോട് അകലം പാലിച്ചുകൊണ്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ള വലിയ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും മാരകമായിട്ടുള്ള സിന്തറ്റിക് ലഹരി മറ്റു പ്രദേശങ്ങളിലുള്ള പോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലും പിടിമുറുക്കുന്നതിനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. നിരന്തരം ജാഗ്രതാ സമിതികൾ വിളിച്ചുകൊണ്ട് അവരെ കുട്ടികളുടെ ബോധവൽക്കരണവും രക്ഷിതാക്കളുടെ ബോധവൽക്കരണവും നാട്ടുകാരുടെ ബോധവൽക്കരണവും നടത്തുന്നുണ്ട്. അതിന് പോലീസിന്റെയും എക്സൈസിന്റെയും രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് കൂടുതൽ തീവ്രതയോടുകൂടി മുന്നോട്ട് പോയി എന്റെ ലഹരി എന്താണെന്നുള്ളത്, നമ്മുടെ ലഹരി എന്താവണം എന്നുള്ളത് കുട്ടികളെ ബോധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഭാവിയിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്താനുള്ളത്? ഭാവിയിൽ നേരത്തെ പറഞ്ഞതുപോലെ പൊതു ഇടങ്ങൾ സൃഷ്ടിക്കുക, മതത്തിനും ജാതിക്കും അതീതമായി ഒരു സ്റ്റേഡിയം നമുക്കുണ്ട്. ആ സ്റ്റേഡിയത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിച്ച് രാത്രിയും പകലും കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേഡിയം, നമ്മളുടെ ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള സ്റ്റേഡിയം നിർമ്മിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പൂർത്തീകരണം. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാമീണ റോഡുകൾ, ഞാനത് സൂചിപ്പിച്ചിട്ടില്ല, ഏകദേശം 24 ഗ്രാമീണ റോഡുകൾ പുതിയതായി നിർമ്മിക്കാൻ
വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 25-26 വർഷത്തോടു കൂടി എല്ലാ റോഡുകളും മെച്ചപ്പെട്ട ഗതാഗത സൗകര്യത്തോടു കൂടിയിട്ടുള്ള, സഞ്ചാര സൗകര്യത്തോടു കൂടിയിട്ടുള്ള ഗ്രാമീണ റോഡുകളായിട്ട് മാറുന്നു. അതായത് ഒന്നുകിൽ ടാർ ചെയ്തതോ അതല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ടൈൽസ് വിരിച്ചതോ ആയിട്ടുള്ള റോഡുകൾ നിർമ്മിക്കുന്നതിന് അത് ബഹുമാനായിട്ടുള്ള പുതുക്കാട് MLA ശ്രീ KK രാമചന്ദ്രൻ അവരുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം, പ്രത്യേക താല്പര്യപ്രകാരം നിരവധി റോഡുകൾ നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അത് ഏറ്റവും ഭംഗിയായി നമ്മൾ കൊണ്ട് പോകുന്നു. ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തും അതിന്റെ മെമ്പർമാര് വളരെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് അതിനോട് പ്രതികരിക്കുന്നു. ഒപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് റോഡുകൾ നിർമ്മിച്ച് ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ സഞ്ചാരയോഗ്യമാക്കുക. ഒരാളെ പോലും നമ്മളുടെ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ഒരു വീടുള്ളത് കൊണ്ട് അവിടേക്ക് റോഡ് വേണ്ട എന്നല്ല, ആ റോഡും നിർമ്മിക്കേണ്ടതുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ ഭാവി പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ മനോജ്.